പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മഹാനുഭാവനായ ഭരതനോട് നാട്ടുകാരും പൗരന്മാരും പറഞ്ഞു, രാജകുമാര, ശ്രീരാമദേവനെപ്പറ്റി ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. രഘുവംശരത്നമായ ദേവൻ കാര്യമാണ് അരുളി ചെയ്തത്. മഹാഭാഗനായ പിതാവിൻ്റെ ആജ്ഞയിൽ അടിയുറച്ചു നിൽക്കുന്ന തന്തിരുവടിയെ നമ്മളെന്നല്ല ആരു തന്നെ വിചാരിച്ചാലും പിന്മടക്കി കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. ഈ അഭിപ്രായം കേട്ട ശ്രീരാമചന്ദ്രൻ ഭരതനോട് വീണ്ടും അരുളി ചെയ്തു, കുമാര, ധാർമ്മിക വിജ്ഞാനമുള്ള സുഹൃത്തുക്കൾ ഇപ്രകാരമേ പറഞ്ഞു തരൂ. രണ്ടു തരത്തിൽ നീ കേട്ട വാക്കുകളെപ്പറ്റി ഗാഢമായി ചിന്തിക്കൂ. മഹാബാഹുവായ ഭരത, എഴുന്നേൽക്കൂ. വ്രതം അവസാനിപ്പിക്കുന്നതിന് ജലത്തെയും എന്നെയും സ്പർശിക്കൂ. അഗ്രജന്റെ ആജ്ഞ കേട്ട ഭരതൻ എഴുന്നേറ്റു. വെള്ളം തൊട്ടുകൊണ്ട് സദസ്യരും മന്ത്രിമാരും പൗരന്മാരും ഞാൻ പറയുന്നത് സശ്രദ്ധം കേട്ടാലും. അച്ഛനോട് രാജ്യം കിട്ടണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടില്ല. അതിനായി അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടില്ല. ധർമ്മസ്വരൂപിയായ ജ്യേഷ്ഠനെ വനവാസത്തിന് അയക്കുവാൻ ഒരു തരത്തിലുള്ള പ്രേരണയും ഒരൊറ്റ ജീവിക്കും ഞാൻ നൽകിയിട്ടുമില്ല. അച്ഛൻ്റെ ആജ്ഞപ്രകാരം അരണ്യവാസം തന്നെ വേണമെങ്കിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ 14 സംവത്സരം ഞാൻ താമസിച്ചു കൊള്ളാം. നിഷ്കളങ്കമായ ഈ വാക്കുകൾ കേട്ട രഘുരാമൻ പൗരപ്രമുഖന്മാരെയും നാട്ടുകാരെയും തൃക്കൺ പാർത്ത് അരുളി ചെയ്തു, അച്ഛൻ സ്വയമായി വാങ്ങിയതും വിറ്റതുമായ ഏതൊന്നിനെയും മാറ്റിമറിക്കുവാൻ എനിക്കോ ഭരതനോ അധികാരമില്ല. എനിക്ക് പകരം ഭരതനെ കാനനത്തിൽ പാർപ്പിക്കുവാൻ ഒരിക്കലും പാടില്ല. അത് എത്രയോ നിന്ദ്യം. ഏതെന്നാണോ യഥാർത്ഥത്തിൽ വേണ്ടത് അതുമാത്രമേ കൈകേയി ദേവി അച്ഛനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളൂ. അച്ഛൻ ചെയ്തത് ഉത്തമോത്തമവുമാണ്. ഭരതനെ എനിക്ക് നല്ല പോലെ അറിയാം. ക്ഷമാശീലനും ഗുരു ശുശ്രൂഷാ തൽപരനുമായ ഈ സത്യസന്ധനിൽ എല്ലാ സദ്ഗുണങ്ങളും സമ്മേളിച്ചിട്ടുണ്ട്. ധർമ്മനിഷ്ഠനായ അനുജൻ ഭരതൻ്റെ സഹായത്തോടെ ഈ ഊഴിയെ മുഴുവൻ ഞാൻ വനവാസാന്തരം പരിപാലിക്കും. ഉണ്ണി ഭരത, അച്ഛനിൽ നിന്ന് ചെറിയമ്മ വരം വാങ്ങി. പിതൃവാക്യം ഞാൻ അനുഷ്ഠിച്ചു. കുമാര, നമ്മുടെ കൺകണ്ട ഈശ്വരനാണ് അച്ഛനെന്ന് മറക്കരുത്. അച്ഛനിൽ അസത്യ ലാഞ്ചന ഉണ്ടാക്കുവാൻ ഒരിക്കലും നീ തുടങ്ങരുത്. അതുല്യ മഹിമാവാർന്ന ആ 4 സഹോദരന്മാരുടെ ചേർച്ച കാണും തോറും മഹീശ്വരന്മാർ കൂടി ആശ്ചര്യഭരിതരായി. അദർശരായി നിൽക്കുന്ന ഋഷിപ്രമുഖന്മാരും സിദ്ധന്മാരും ആ വീരഭ്രാതാക്കളെ വാഴ്ത്തി. ധർമ്മമാർഗത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാത്ത ഈ വീരകുമാരന്മാരുടെ പിതാവാണ് യഥാർത്ഥത്തിൽ ധന്യന്മാരിൽ ധന്യൻ. ദശരഥനന്ദനന്മാരുടെ ശ്രീരാമഭരതന്മാരുടെ സംവാദം എത്രമാത്രം കൗതുകവും ധർമാർത്ഥയുക്തവുമാണ്. ദശഗ്രീവ നിധനത്തിൽ അത്യാകാംക്ഷയോട് കൂടിയിരിക്കുന്ന സിദ്ധന്മാരും ദേവഋഷിമാരും പെട്ടെന്ന് ഭരതകുമാരൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. ആ പുരുഷവ്യാക്രനോട് പറഞ്ഞു, കുമാര, നിസ്തുല്യമായ വംശത്തിൽ ജനിച്ചവനും അതിയശസ് ആർജിച്ചവനും മഹാഭാവനുമായ ഭരത, അച്ഛനിൽ സ്നേഹമുണ്ടെങ്കിൽ ഭക്തിയുണ്ടെങ്കിൽ അങ്ങ് ജ്യേഷ്ഠൻ്റെ വാക്ക് അനുസരിക്കണം. പിതാവിൻ്റെ കടം എന്നേക്കുമായി വീട്ടുക. കൈകേയിക്ക് ഉണ്ടായിരുന്ന ഋണബാധ്യത മുഴുവൻ തീർത്തിട്ടാണ് അച്ഛൻ അമരലോകം പ്രാപിച്ചത്. ഇത്രയും അരുളി ചെയ്തുകൊണ്ട് മുനീന്ദ്ര മുഖ്യന്മാരും ഗന്ധർവ പ്രമുഖന്മാരും രാജഋഷിവര്യന്മാരും സന്തോഷത്തോടുകൂടി അദൃശ്യരായി തീർന്നു. അവരവരുടെ സ്ഥാനങ്ങളിലെത്തി. അമൃതബിന്ദുക്കളെ പോലെയാണ് അവരുടെ വാക്കുകൾ ശ്രീരാമചന്ദ്രനിൽ പതിച്ചത്. ഹൃദയം കുളിർത്തു, മുഖം തെളിഞ്ഞു. ദേവന്മാരെയും ഋഷി വരന്മാരെയും കൊണ്ടാടി. ക്ഷീണം കൊണ്ട് വിറയ്ക്കുന്ന ശരീരത്തോടെ ഭരതൻ അഗ്രജനെ തൊഴുത് ആ തൃപ്പാദങ്ങളിൽ ശിരസ്സർപ്പിച്ച് തൊണ്ടയിടറിക്കൊണ്ട്, മഹാപ്രഭുവായ ജ്യേഷ്ഠ, രാജധർമ്മവും നമ്മുടെ വംശാചാരവും ആലോചിച്ച് ഈ അനുജനും അവിടുത്തെ അമ്മയും യാചിക്കുന്നത് കൈക്കൊള്ളണേ. ഈ വൻരാജ്യത്തെ ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള കഴിവ് എനിക്കില്ല. സ്നേഹനിധികളായ നാട്ടുകാരെയും പൗരന്മാരെയും രഞ്ജിപ്പിക്കുവാനുള്ള കെൽപ്പ് പോലും എനിക്കില്ല. ആനന്ദമേകുന്ന കാർമേഘത്തെ കൃഷിക്കാർ കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ശേഷക്കാരും ഭടന്മാരും ചങ്ങാതിമാരും അവിടുത്തെ വരവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാട് സ്വീകരിച്ച് അതിനെ സുശക്തമാക്കണേ. ഈ ലോകത്തെ മുഴുവൻ ഒറ്റയ്ക്ക് നിസ്സാരമായി പരിപാലിക്കുവാനുള്ള കരുത്ത് അവിടത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ കാര്യം തികച്ചും എനിക്കും അറിയാം. നൊന്ത ഹൃദയത്തോടെ ദേവന്റെ തൃപ്പാദങ്ങളിൽ വീണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സുസ്വരനും സുന്ദരനുമായ ഭരതനെ വാരിയെടുത്ത് മടിയിലിരുത്തി ശ്രീരാമചന്ദ്രൻ സസ്മിതം തുടർന്നു. ഭരത, സ്വതവേ തന്നെ നിനക്ക് ബുദ്ധിയുണ്ട്. വിദ്യാഭ്യാസത്താൽ അത് ഏറ്റവും തെളിഞ്ഞിട്ടുമുണ്ട്. ഉണ്ണി, ഈ ഭൂമി മുഴുവൻ ഒറ്റയ്ക്ക് പരിരക്ഷിക്കുവാൻ ശക്തിയുള്ളവൻ തന്നെയാണ് നീ. ബുദ്ധിചാതുര്യമുള്ള സജീവന്മാരും പൗരപ്രമുഖന്മാരുമായി ആലോചിച്ച് പ്രധാന കാര്യങ്ങൾ ചെയ്യണം. കുമാര, ചന്ദ്രനിൽ നിന്ന് ഒരു പക്ഷേ വെണ്ണിലാവ് മാറിയേക്കാം. ഹിമവാനിൽ നിന്ന് മഞ്ഞുകട്ടകൾ പോയേക്കാം. സാഗരം തീരത്തെ അതിക്രമിച്ച് മുന്നേറിയേക്കാം. എന്നാൽ ഭരതൻ്റെ ജ്യേഷ്ഠനായ രാമൻ പറഞ്ഞ വാക്കിൽ നിന്ന്, പിതൃവാക്യ രക്ഷണത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് സംശയിക്കുകയോ? കാമത്താലോ ലോഭത്താലോ നിന്റെ അമ്മ ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള ചിന്ത ഒരിക്കലും നിനക്ക് ഉണ്ടാകരുത്. സ്നേഹസ്വരൂപിണിയായൊരു മാതാവായി മാത്രമേ കാണാവൂ. തേജസ്സുകൊണ്ട് ചണ്ഡകിരണനായ ഭാസ്കരൻ, ദർശനത്തിൽ പ്രതിപദ ചന്ദ്രൻ, കൗസല്യാനന്ദനൻ, സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട ഭരതകുമാരൻ ആ തൃപ്പാദങ്ങളിൽ ശിരസർപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട്
മഹാപ്രഭുവായ ജ്യേഷ്ഠ, ഈ പൊന്നണി പാദുകങ്ങളിൽ വെച്ച അവിടുത്തെ തൃപ്പാദങ്ങളാണ് സകല ലോകങ്ങൾക്കും അവലംബം. യോഗക്ഷേമങ്ങൾ വരുത്തുന്നതും മറ്റൊന്നുമല്ല. നരവ്യാക്രനായ രഘുരാമൻ ആ മെതിയടികളിൽ എഴുന്നേറ്റ് നിന്ന് ഇറങ്ങി മഹാനായ ഭരതന് തൃപ്പാദുകങ്ങളെ നൽകി. ത്രിലോകങ്ങൾക്കും ആധാരഭൂതമായ മെതിയടികളെ നമസ്കരിച്ച ഭരതൻ കണ്ണീരോടെ പ്രഖ്യാപിച്ചു: പ്രഭോ രാജരാജേന്ദ്ര, 14 സംവത്സരം കായികനികൾ ഭക്ഷിച്ച് ജടാവൽക്കലങ്ങൾ ധരിച്ച് അയോധ്യ നഗരത്തിനു വെളിയിൽ അവിടുത്തെ പ്രത്യാഗമനവും പ്രതീക്ഷിച്ച് ദിവസങ്ങൾ എണ്ണി എണ്ണി അടിയൻ ജീവിക്കാം. രാജതന്ത്രങ്ങളെ ഈ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ഓരോ ദിനമായി ഉന്തി നീക്കി 14 ആണ്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് സൂര്യോദയത്തിൽ അവിടുത്തെ അടിയൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി കണ്ടില്ലെങ്കിൽ ആളുന്ന അഗ്നികുണ്ഡത്തിലാണ് ഈ അനുജൻ വിശ്രമിക്കുക. അങ്ങനെ തന്നെ ഇടറിയ കണ്ടത്തോടെയാണ് ഭഗവാൻ സമ്മതിച്ചത്. ഭരതശത്രുഘ്നന്മാരെ ഒപ്പം ആലിംഗനം ചെയ്ത് ഗൗരവത്തിൽ തുടർന്നു: ഉണ്ണി ഭരത, എന്നാണ് സീതയാണ് അമ്മ കൈകേയി ദേവിയെ നീ സശ്രദ്ധം കാത്തുരക്ഷിക്കണം. ഒരിക്കലും അമ്മയിൽ ക്രോധം അങ്കുരിക്കരുത്. കണ്ണീർ നിറഞ്ഞ കാകുത്സൻ അനുജന്മാരെ സ്വദേഹത്തിൽ നിന്ന് വിടർത്തി. സദ്ധർമ്മനിരതനായ ഭരതകുമാരൻ ആ പാതുകാദ്വയങ്ങളെ വീണ്ടും വീണ്ടും വീണു വണങ്ങി. മഹാഗജത്തിൻ്റെ പുറത്ത് ലോകങ്ങൾക്കെല്ലാം ആധാരമായ മെതിയടികൾ യഥാവിധി കയറ്റി ആ മഹാപ്രതാപി ദേവനെ പിന്നെയും പ്രദക്ഷിണം വെച്ചു. സ്വന്തം ധർമ്മത്തിൽ ഹിമാചലത്തെ പോലെ അചഞ്ചലനായ ശ്രീരാമചന്ദ്രൻ ആചാര്യവര്യന്മാരെയും അമാത്യ പ്രമുഖന്മാരെയും പൗരപ്രമാണിമാരെയും യഥാർത്ഥം മാനിച്ച് യാത്രാനുവാദമേകി. അമ്മമാർക്ക് തൊണ്ടയിടർച്ച കൊണ്ട് യാത്ര ചോദിക്കുവാൻ കൂടി സാധിച്ചില്ല. കരയുന്ന അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച ദേവൻ സ്വാശ്രമത്തിൻ്റെ അകത്തേക്ക് പോയി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.